എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന എൽ.ഡി.എഫിന്റെ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ രണ്ടാം ദിവസമാണ്. കാസർഗോഡ് ജില്ലയിലാണ് ജാഥയുടെ ഇന്നത്തെ പര്യടനം. ഇന്ന് കണ്ണൂർ ജില്ലയിലേക്ക് കടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പി.വി. കുട്ടൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് കാസർഗോഡ് നിന്ന് ജാഥയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. കുട്ടൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ കുമ്പളയിൽ ജാഥ ഉദ്ഘാടനം ചെയ്തു. അതിഗംഭീരമായ വരവേൽപ്പായിരുന്നു ജാഥയ്ക്ക് ആദ്യ സ്വീകരണ കേന്ദ്രത്തിലും ഉദ്ഘാടന കേന്ദ്രത്തിലുമൊക്കെ ലഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് ജാഥയുടെ പര്യടനം ജില്ലയിൽ എങ്ങനെയാണ്? മനു, എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ, വടക്കൻ മേഖലാ ജാഥ, എൽ.ഡി.എഫിൻ്റെ ജാഥ വളരെ ആവേശപൂർവമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പര്യടനം തുടരുകയാണ്. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ്. രാവിലെ ഉദുമയിലാണ് ആദ്യ സ്വീകരണം, പിന്നീട് കാഞ്ഞങ്ങാടും, അതിനുശേഷം തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കാലിക്കടവിലാണ് സ്വീകരണം. അതിനുശേഷം കണ്ണൂർ ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കും. ജില്ലാതിർത്തിയായ കാലിക്കടവിൽ കണ്ണൂർ ജില്ലയിലെ എൽ.ഡി.എഫിൻ്റെ നേതാക്കൾ വലിയ സ്വീകരണമാണ് ജാഥയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം പയ്യന്നൂരിലാണ് ഇന്നത്തെ ജാഥ സമാപനം. നമുക്കറിയാവുന്നതുപോലെ തന്നെ എൽ.ഡി.എഫിൻ്റെ വലിയ ശക്തി കേന്ദ്രങ്ങളിലൂടെയാണ് ഇന്നത്തെ ജാഥയുടെ പര്യടനം. അതുകൊണ്ട് തന്നെ പതിനായിരങ്ങൾ ഓരോ കേന്ദ്രങ്ങളിലേക്കും ജാഥയെ വരവേൽക്കാനെത്തും. ഇന്നലെ കുമ്പളയിലും കാസർഗോഡ് നഗരത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള ആവേശകരമായ സ്വീകരണം ജാഥയ്ക്ക് ലഭിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം അടക്കം വലിയ രീതിയിൽ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന, കേരളം എൽ.ഡി.എഫ് സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കി വരുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഈ വികസന പദ്ധതികൾക്ക് തുരങ്കം വെക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നിലപാടുകൾ, വർഗീയ നിലപാടുകൾ, ഇതൊക്കെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള വളരെ സമഗ്രമായ പ്രസംഗമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയിരുന്നത്. ആ ആവേശം, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നുള്ള ഊർജ്ജവും ആവേശവും ഒക്കെ എൽ.ഡി.എഫ് പ്രവർത്തകർ വളരെ ആവേശത്തോടെ സ്വീകരിക്കുന്നു. അതിനുശേഷം കാസർഗോഡ് നഗരത്തിലെ സ്വീകരണം, അവിടെയും ആയിരക്കണക്കിന് ആൾക്കാർ ജാഥയെ വരവേൽക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. ഇന്ന് രാവിലെ ജാഥ ക്യാപ്റ്റൻ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിന് മുന്നോടിയായി സമൂഹത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിവിധ മേഖലകളിലെ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ച ജാഥ ക്യാപ്റ്റനും ജാഥാംഗങ്ങളും അവരുമായി സംവദിക്കും. നവകേരളം പടുത്തുയർത്തിനുള്ള നവീനമായ ആശയങ്ങൾ ഈ കൂടിക്കാഴ്ചയിലൂടെ ഉരുത്തിരിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം ജാഥയിൽ അംഗവും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ K.S. സലീഖ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, കേരളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ജാഥയുടെ അനുഭവം, അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നലെ ജാഥ തുടങ്ങുന്ന ദിവസം എന്നുള്ളത് കേന്ദ്ര ബജറ്റ് വന്നൊരു ദിവസമാണ്. കേരളത്തെ പരിപൂർണമായി അവഗണിക്കുന്ന ഒരു ബജറ്റ്. അത് ഒരു രാഷ്ട്രീയ ഭേദമന്യേ കേരളം മുഴുവൻ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തോടുള്ള ഈ അവഗണന. ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ് തികച്ചും നിരാശാജനകമായിരുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ ആ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ ഏറ്റവും മോശപ്പെട്ട ഒരു ബഡ്ജറ്റ് എന്ന നിലയിൽ തന്നെയാണ് ആ ബഡ്ജറ്റിനെ വിലയിരുത്തിയിട്ടുള്ളത്. കേരളം ഏതു കാലത്തും കേന്ദ്ര ഗവൺമെൻറ്, BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവതരിപ്പിക്കുന്ന ബജറ്റുകളെല്ലാം തികച്ചും ഒരു രാഷ്ട്രീയ പ്രേരിതമായ ബജറ്റാണ് അവതരിപ്പിക്കാറുള്ളത്. ഇത്തവണ അവതരിപ്പിച്ച ബജറ്റ് അതിലും വളരെ ഗൗരവമായി നാം കാണേണ്ടത്, യാതൊന്നും തന്നെ കേരളത്തിനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നൊരു വിഷയം ഈ ബജറ്റിനകത്തുണ്ട്. അതിന് വ്യത്യസ്തമായ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും വളരെ നല്ല നിലയിൽ തന്നെ പരിഗണിക്കപ്പെടുന്ന ഒരു ബജറ്റായിരുന്നു. അത് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം വന്ന കേന്ദ്രത്തിൻ്റെ ബജറ്റ് തികച്ചും നിരാശാജനകമാണ്. ജനങ്ങളെ ഒന്നും തന്നെ അനുകൂലിക്കുന്ന നിലപാടുണ്ടായില്ല. കേരളത്തിൻ്റെ വികസനത്തിനാവശ്യമായ ഒരു നിലപാടും അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല എന്നുള്ള പരക്കെ വ്യാപകമായ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ആക്ഷേപങ്ങൾ ആ മേഖലയിൽ നിന്ന് അതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജാഥയിലേക്ക് വന്നാൽ എന്തൊക്കെ ആശയങ്ങളാണ് ഈ ജാഥ? നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി ആണ് ജനങ്ങളെ കാണുന്നതിന് വേണ്ടി CPM സംസ്ഥാന സെക്രട്ടറി തന്നെ നയിക്കുന്ന ഒരു ജാഥ, അതോടൊപ്പം തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ജോസ് കെ മണിയൊക്കെ നയിക്കുന്ന മറ്റ് മേഖലാ ജാഥകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ ജാഥകളൊക്കെ ജനങ്ങളോട് എന്താണ്, കേരളത്തോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? കേരളത്തിൽ 3 ജാഥകളാണല്ലോ സഞ്ചരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥയാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടുകൊണ്ട് എന്തായിരുന്നു കേരളം എന്നതിനെ സംബന്ധിച്ചും ഇനി എന്തായിരിക്കണം കേരളം എന്നതിനെ സംബന്ധിച്ചുമുള്ള ജനങ്ങളിലേക്കൊരു സന്ദേശം നൽകുന്ന ഉദ്ഘാടന പ്രസംഗമായിരുന്നു. അത് തികച്ചും കേരളം അനുഭവിച്ചറിഞ്ഞ ജനതയാണ് കഴിഞ്ഞ കാലങ്ങളിൽ എന്തായിരുന്നു കേരളം എന്നതിനെ സംബന്ധിച്ച്. അതിൽ നിന്ന് വ്യത്യസ്തമായി 10 കൊല്ലക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ
നല്ല നിലയിലാണ് ജനങ്ങൾ സ്വീകരിച്ചത്. അത് അവരുടെ ജീവിതത്തിൽ അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായും മൂന്നാം ഘട്ടത്തിലും ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്ന ഒരു കാഴ്ചപ്പാടാണ് തടിച്ചുകൂടുന്ന ജനങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഈ ഗവൺമെൻറ്റിനല്ലാതെ ഈ കേരളത്തെ സംരക്ഷിക്കാനാവില്ല എന്ന ഒരു സന്ദേശം കൂടി അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മൂന്നാം ഭരണം LDF സർക്കാരിൻ്റെ മൂന്നാം ഭരണം എന്നുള്ളൊരു ചരിത്രപരമായ നേട്ടത്തിലേക്ക് കേരളം പോകുന്ന ഒരു സാഹചര്യം, അതിനുള്ളൊരു തീവ്രമായ പരിശ്രമങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഈ വനിതാ സമൂഹം എങ്ങനെയാണ് LDF സർക്കാരിനെ നോക്കിക്കാണുന്നത്? കേരളത്തിലിപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഈ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിലുള്ള മുന്നേറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴെല്ലാം സ്ത്രീകൾക്കൊരു സുരക്ഷാ കവചം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ 62 ലക്ഷം പേര് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ കർഷക തൊഴിലാളികളുണ്ട്, അഗതികളായിട്ടുള്ള സ്ത്രീകളുണ്ട്, വിധവകളുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പെട്ടിട്ടുള്ള നല്ലൊഒരു വിഭാഗം സ്ത്രീകളാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി. 31,34,000 വരുന്ന സഹോദരിമാർക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുക എന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു ഗവൺമെൻറ്റിനും നടപ്പാക്കാൻ കഴിയാത്തതാണ്. എങ്ങനെയാണ് സ്ത്രീകളെ ചേർത്ത് നിർത്തുക, ഏറ്റവും പാവപ്പെട്ട സ്ത്രീ സമൂഹത്തെ എങ്ങനെയാണ് ചേർത്ത് നിർത്തുക എന്നതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ആ പദ്ധതിയുടെ പ്രഖ്യാപനത്തിലൂടെ കേരളം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്ത്രീകൾ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാത്രമാണ് ഞങ്ങൾക്ക് വിശ്വാസം എന്ന് വിചാരിക്കുന്നവരാണ്. മനു, അപ്പോൾ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം K. സലീഖയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ചത്, രാഷ്ട്രീയ വിശേഷങ്ങളൊക്കെ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. കാരണം ജാഥ ഇപ്പോൾ 8:30 കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിവിധ മേഖലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുമായുള്ള ജാഥ ക്യാപ്റ്റൻ്റെയും ജാഥാംഗങ്ങളുടെയും കൂടിക്കാഴ്ച, അതിനുശേഷം വാർത്താ സമ്മേളനം, പിന്നീട് രാവിലെ 10 മണിയോടുകൂടി 10:10 തന്നെ ഉദുമ മണ്ഡലത്തിലാണ് ആദ്യ സ്വീകരണം. മനു, ഉദുമ, പിന്നെ കാഞ്ഞങ്ങാട്, അതിനുശേഷം തൃക്കരിപ്പൂർ, അങ്ങനെയാണല്ലേ കാസർഗോഡ് ജില്ലയിലെ ഇന്നത്തെ സ്വീകരണ കേന്ദ്രങ്ങൾ? അതിനുശേഷം പയ്യന്നൂരിലേക്ക്, കണ്ണൂർ ജില്ലയിലേക്ക് കിടക്കും അല്ലേ? അതെ, ഉദുമയിലെ പെരിയാട്ടടുക്കത്താണ് ആദ്യ സ്വീകരണം. അതിനുശേഷം കാഞ്ഞങ്ങാട്, പിന്നീട് തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കാലിക്കടവ്, അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ അതിർത്തിയാണ്. കാലിക്കടവിലെ സ്വീകരണത്തിന് ശേഷം കണ്ണൂർ ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കും. പയ്യന്നൂരിൽ ഇന്നത്തെ സമാപനം. അതിനുശേഷം നാളെയും മറ്റന്നാളും 3 ദിവസം വീണ്ടും തുടർച്ചയായി കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് പര്യടനം നടത്തുക. ഒരു കാര്യം കൂടി, ഇന്നലെ ജാഥ കുമ്പളയിൽ നിന്ന് തുടങ്ങി. അതിനുശേഷം രണ്ടാമത്തെ സ്വീകരണ കേന്ദ്രം എന്ന് പറയുന്നത് കാസർഗോഡായിരുന്നു. നമുക്കറിയാം, ഈ മഞ്ചേശ്വരവും കാസർഗോഡും LDF-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത്ര ശക്തി കേന്ദ്രമായ ഇടങ്ങളല്ല, UDF-ന്റെ കോട്ടകളാണ്. പക്ഷേ ആ പ്രദേശങ്ങളിൽ പോലും വലിയ തോതിൽ ജനസഞ്ചയം ജാഥയുടെ ഭാഗമായി എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. തീർച്ചയായും മനു, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മുതൽ അങ്ങോട്ടുള്ളൊരു കേന്ദ്രങ്ങൾ തുറന്ന് LDF-ന്റെ വലിയ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ 10,000 ജാഥ വരവേൽക്കാൻ വേണ്ടി എത്തും. പക്ഷേ ഇന്നലെ ഉദ്ഘാടനം നടന്ന മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ നമുക്കറിയാം LDF-ന്റെ അവിടെയുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നതിനെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ സംഘടനാ തലത്തിൽ ശക്തമായൊരു സാന്നിധ്യവും സ്വാധീനമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് LDF-ന് സാധിക്കുന്നു. പല തെരഞ്ഞെടുപ്പുകളും നമ്മളത് കണ്ടതാണ്. വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാറുണ്ട്. ഈ ജാഥ നമുക്കറിയാം വളരെ നിർണായകമായ നിയമസഭാ ഇലക്ഷൻ വരുന്നൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് അവിടുത്തെ LDF-ന്റെ പ്രവർത്തകർക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു, സംഘടനാ സംവിധാനങ്ങൾ ആകെ ഉണർത്തിവിട്ടുകൊണ്ടുള്ള പ്രചാരണങ്ങളായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് ഈ സ്വീകരണങ്ങളിൽ കണ്ടു എന്നുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രിയൊക്കെ എത്തുമ്പോൾ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആൾക്കാരായിരുന്നു കുമ്പളയിൽ, മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ മുഖ്യമന്ത്രിയെയും ജാഥ ക്യാപ്റ്റനെയും ഒക്കെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. അതിനുശേഷം കാസർഗോഡ് നഗരത്തിലെ സ്വീകരണ കേന്ദ്രത്തിലായാലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം, കഴിഞ്ഞ കാലങ്ങളൊന്നും കാണാത്തതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ഈ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി എത്തുന്നു എന്നുള്ളത് LDF-നെ സംബന്ധിച്ച് വളരെ ആവേശകരമായൊരു കാഴ്ച അനുഭവം തന്നെയാണ്. മനു, ശരി, ഓക്കെ, താങ്ക് യു. കുട്ടനാണ് വിവരങ്ങൾ കാസർഗോഡ് നമുക്ക് നൽകിയത്. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 3 മണ്ഡലങ്ങളാണ് ജാഥ പര്യടനം നടത്തുന്നത്. ഉദുമ, അതിനുശേഷം കാഞ്ഞങ്ങാട്, പിന്നെ തൃക്കരിപ്പൂർ. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി വികസന മുന്നേറ്റ ജാഥ, വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ ഇന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. കണ്ണൂർ ജില്ലയിൽ ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. 4 ദിവസമാണ് കണ്ണൂരിൽ ജാഥ പര്യടനം നടത്തുക.